പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ 10 പ്രതികളെ വെറുതെ വിട്ട കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബം ശിക്ഷാവിധിക്ക് ശേഷം മേൽക്കോടതിയെ സമീപിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. കേസിലെ പ്രതിഭാഗം അഭിഭാഷകൻ CK ശ്രീധരനെതിരെ ശരത് ലാലിന്റെ പിതാവ് സത്യനാരായണൻ രംഗത്തെത്തി. കൊച്ചി CBI കോടതി കേസിൽ വിധി പറഞ്ഞതോടെയാണ് കുടുംബം നിലപാട് വ്യക്തമാക്കിയത്. ജനുവരി 3-ന് അന്തിമ വിധി വന്നതിന് ശേഷം അപ്പീൽ നൽകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ആദ്യഘട്ടം മുതൽ കുടുംബത്തിനൊപ്പം നിന്ന അഡ്വക്കേറ്റ് CK ശ്രീധരൻ വഞ്ചിച്ചെന്നും സത്യനാരായണൻ. CK ശ്രീധരന്റെ അഭിഭാഷക ജീവിതം അധപ്പതിച്ചെന്നും നീചനെന്നും ശരത് ലാലിന്റെ പിതാവിന്റെ ആരോപണം. അയാൾ ഈ കേരളത്തിൽ വാദിച്ചതിൽ ഈ വക്കീൽ പണി എടുത്തതിന് ശേഷം ഇത്ര നീചമായ ഒരു പ്രവൃത്തി ചെയ്തൊരു വക്കീൽ, ഒരു മനുഷ്യത്വമില്ലാത്ത രീതിയിൽ നമ്മോട് കാട്ടിയ അതിനുള്ള ഒരു പ്രത്യേക ശിക്ഷയാണ് അയാൾക്ക് ഈ സമൂഹം കൊടുത്തിരിക്കുന്നത്. എന്നാൽ ആരോപണം പ്രതിഭാഗം അഭിഭാഷകനായ CK ശ്രീധരൻ തള്ളി. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിയമോപദേശത്തിന് ബന്ധപ്പെട്ടവരുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഏതെങ്കിലും ആളുകളോ എന്നെ സമീപിക്കുകയോ ഞാൻ കേസ് കാര്യങ്ങൾ ഒരിക്കലും ചർച്ച ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഇതിനിടെ കേസ് നടത്തിപ്പിൽ കോൺഗ്രസിന് വീഴ്ച പറ്റിയെന്നാരോപിച്ച് KPCC മുൻ സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ രംഗത്തെത്തി. കോൺഗ്രസ് നേതൃത്വം ഈ കേസിനെ വേണ്ടുന്ന രീതിയിൽ ശക്തമായിട്ട് പിന്തുണച്ചിട്ടില്ല എന്ന അഭിപ്രായമാണ് എനിക്ക് അന്നും ഇന്നുള്ളത്. കാരണം ഒരു ചെറിയ കാശിന് വേണ്ടി പോലും 1000 വട്ടം പല നേതാക്കന്മാരെയും വിളിക്കേണ്ട ഗതികേട് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുണ്ട്. ബാലകൃഷ്ണൻ പെരിയയ്ക്കും CPIM-നും ഒരേ വാക്കുകളെന്ന് DCC പ്രസിഡന്റ് PK ഫൈസലിന്റെ മറുപടി. ബാലകൃഷ്ണൻ പെരിയക്ക് എന്തും പറയാം. ബാലകൃഷ്ണൻ പെരിയ പറയുന്നത് മനസാക്ഷിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് ബാലകൃഷ്ണൻ പെരിയ പറയുന്നത്. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടുള്ള വലിയ ഒരു ഒരു പ്രവർത്തനങ്ങളുമായാണ് മുമ്പോട്ട് പോയിട്ടുള്ളത്. അതിൻ്റെ വിജയമാണ് കുടുംബം ഉൾപ്പെടെ. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ അന്തിമ വിധി വരാനിരിക്കെ കേസ് നടത്തിപ്പിനെ ചൊല്ലി ജില്ലയിൽ വിവാദമുയരുകയാണ്. 24 കാസർഗോഡ്.